ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഋതികയുടെയും രാജുവിൻ്റെയും വീട്ടുകാരെല്ലാം തന്നെ ജന്മശതാബ്ദി ആഘോഷത്തിനായി സൂര്യമംഗലം തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത് സൂര്യമംഗലം തറവാടിൻ്റെ സ്വത്തുക്കൾ കൂടി ഭാഗം വയ്ക്കുന്ന ചടങ്ങാണെന്ന് സരസ്വതി തമ്പുരാട്ടി പറയുമ്പോൾ എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ എല്ലാം തന്നെ എൻ്റെ മരുമകൻ രാജുവിൻ്റെ പേരിലേക്ക് മാറ്റിയേക്കാനായി പറയുകയാണ് പ്രതാപൻ. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് അടഞ്ഞുകിടക്കുന്ന മുറിയുടെ രഹസ്യം അറിയാനായി നടക്കുന്ന രാജുവിനെയാണ്. തുടർന്ന് കാര്യസ്ഥൻ രണ്ടുപേർക്കും മുന്നിലായി ആ മുറി തുറന്നു കൊടുക്കുന്നു. എന്തെങ്കിലുമൊക്കെ രഹസ്യം ഈ മുറിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് രാജു അതിലേക്ക് കയറുന്നത്. അങ്ങനെ മൂടിവെച്ച രഹസ്യങ്ങളുടെ എല്ലാം നിലവറ തുറക്കപ്പെടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സംഗീതോപകരണങ്ങളും ചിലങ്കയും ആഭരണങ്ങളും എല്ലാം കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് ഋതികയും രാജുവും. മുറിയാകെ മാറാല പിടിച്ചു കിടക്കുകയായിരുന്നു. അതേസമയമാണ് ചുവരിൽ തൂക്കിയിരിക്കുന്ന പത്മാവതിയുടെ നൃത്തം ചെയ്യുന്ന ഒരു ചിത്രം ഋതികയുടെയും രാജുവിൻ്റെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് കാണുന്ന രണ്ടുപേരും ഞെട്ടലോടെ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാര്യസ്ഥൻ പറയുകയാണ്, ഇതാണ് സൂര്യമംഗലം തറവാടിൻ്റെ രാജകുമാരി. ഇത് മോളുടെ ആരായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് കാര്യസ്ഥൻ പറയുമ്പോൾ ഞെട്ടലോടെ വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് ഋതിക. ഇതാണ് പത്മാവതി തമ്പുരാട്ടി, മോളുടെ അമ്മയാണ്. ഇത് കേൾക്കുന്ന ഋതിക ഞെട്ടലോടെ ആ ചിത്രത്തിലേക്ക് നോക്കിയതിനു ശേഷം കരഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്നും ഓടിപ്പോകുന്നതാണ് കാണിക്കുന്നത്. ഋതികയുടെ പിന്നാലെ തന്നെ രാജുവും ആ മുറി വിട്ടിറങ്ങുന്നു. അങ്ങനെ തൻ്റെ അമ്മ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഋതിക. ഇനി അംബികയുടെ രഹസ്യം കൂടി പുറത്തു വരുമ്പോൾ എന്തൊക്കെയാകും നടക്കുകയെന്ന് വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.